നമ്മൾ ഈ ദിവസങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് പവർ ആൻഡ് അതോറിറ്റി എന്ന ടൈറ്റിലിൽ നിന്നുകൊണ്ടാണല്ലോ. നമ്മൾ ഈ ദിവസങ്ങളെല്ലാം വായിച്ചുകൊണ്ടിരിക്കുന്ന അതേ വാക്യത്തിൽ നമുക്ക് ആരംഭിക്കാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യം. ജോൺ ചാപ്റ്റർ 1 വേഴ്സ് 12. அவருடைய நாமத்தின் மேல் விசுவாசம் உள்ளவர்களாய் அவரை ஏற்றுக்கொண்டவர்கள் எத்தனை பேர்களோ அத்தனை பேர்களும் தேவனுடைய பிள்ளைகள் ஆகும்படி அவர்களுக்கு அதிகாரம் கொடுத்தார். അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ അധികാരം. അപ്പൊ നമ്മള് ഈ ഒരു വാക്യത്തിന്റെ റൂട്ട് നമ്മളെ ഇന്നലെ ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന അധികാരം, അവന്റെ മക്കളാകാൻ അധികാരം. ഈ അധികാരം എന്ന് പറയുമ്പോൾ അതോറിറ്റി മീൻസ് ഇൻവിസിബിൾ പവർ മീൻസ് വിസിബിൾ അതോറിറ്റി. അപ്പം പവർ എവിടെയാണോ, പവർ എന്ന വാക്ക് എവിടെയാണോ അധികാരം അല്ലെങ്കിൽ ശക്തി എന്ന വാക്ക് കേൾക്കുന്നത്, അവിടെ അത് വെളിപ്പെട്ടുന്ന അധികാരം വെളിപ്പെടുന്നതാണ് ശക്തി. ശക്തി മറഞ്ഞിരിക്കുന്നതാണ് അധികാരം. അപ്പൊ യേശുവിൽ എന്തുണ്ടായിരുന്നു? അധികാരം. ലൂക്കോസിന് സുവിശേഷം അതിന്റെ 4-ാം അധ്യായം 36-ാം വാക്യം. ലൂക്ക് chapter 4 verse 36. Luke chapter 4 verse 36. எல்லாரும் ஆச்சரியப்பட்டு இது என்ன வார்த்தையோ, அதிகாரத்தோடும் வல்லமையோடும் அசுத்த ஆவிகள் கட்டளையிடுகிறார், அவைகள் போகிறது என்று ஒருவரோடு ஒருவர் பேசிக் കൊണ്ടാர்கள். അവിടെ വചനത്തിൽ കാണുന്ന ഒരു കാര്യമാണ്, ഇത് എന്തൊരു വചനമായത്. അധികാരത്തോടെ ശക്തിയോടെ ഇവൻ ദുരാത്മാക്കളോട് കൽപ്പിക്കുന്നു, അവയും പോകുന്നല്ല. what kind of word it is. അവന് he command to unclean spirit. അധികാരത്തോടെ പറയുന്നു, അധികാരത്തോടും ശക്തിയോടും അത് അനുസരിക്കുന്നു. അവർക്ക് they were amazed. അവര് അത്ഭുതപ്പെടുക, ഇതെങ്ങനെ സംഭവിക്കുന്നത്? എന്തായിരുന്നു ഈ അധികാരത്തിന്റെ രഹസ്യം? എന്തായിരുന്നു അറിയാം അധികാരത്തിന്റെ രഹസ്യം? ഈ അധികാരത്തിന് ഒരു രഹസ്യം ഉണ്ടായിരുന്നു. നമുക്ക് വായിക്കാം. ജോൺ ചാപ്റ്റർ 14 വേഴ്സ് 10. ജോൺ ചാപ്റ്റർ 14 വേഴ്സ് 10. நான் பிதாவிலும் பிதா என்னிலும் இருக்கிறதை நீ விசுவாசிக்கவில்லையா? நான் உங்களுடனே சொல்லுகிற வசனங்களை என் சுயமாய் சொல்லவில்லை, என்னிடத்தில் வாசமா இருக்கிற பிதாவானவரே இந்த கிரியைகளை செய்து வருகிறார். അപ്പൊ ഇവിടെ പറയുന്ന ഒരു കാര്യമാണ്, യേശുക്രിസ്തു പറയുക, ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയൊന്നും എന്റെ സ്വന്തമല്ല. നിങ്ങൾ വിചാരിച്ചേക്കരുത് ഞാൻ സ്വന്തമായിട്ട് എന്തൊക്കെയോ മാജിക്. അല്ലല്ല, ഞാനിതൊന്നും സ്വന്തമായിട്ട് ചെയ്യുന്നതല്ല കേട്ടോ. ഇത് ഒരു കാര്യം ഞാൻ സ്വന്തമായിട്ട് ചെയ്യുന്നില്ല. എന്റെ പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുക. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഇത് എന്റെ കഴിവാ. അല്ലല്ല, എന്റെ പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുക. എന്റെ പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുക. അതാണ് നിങ്ങളെ കാണുന്ന അത്ഭുതങ്ങൾ. നിങ്ങളെ കാണുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും ഞാൻ സ്വയമായിട്ട് ചെയ്യുന്നതല്ല, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് പ്രവൃത്തി ചെയ്യുക. അപ്പൊ നമുക്കറിയാം, യേശു പ്രാർത്ഥിക്കാനായിട്ട് പോയി. യേശു പിതാവാണെങ്കിൽ പിന്നെന്തിനാ പ്രാർത്ഥിക്കുന്നത്? അല്ലേ? നിങ്ങൾ ബൈബിളിൽ പലയിടത്ത് വായിച്ചിട്ടുണ്ട്, രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു. യേശു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു. യെസ്, നല്ല കാര്യം. യേശു അതിരാവിലെ പ്രാർത്ഥിക്കാൻ പോയി, നല്ല കാര്യമാന്നേ, പ്രാർത്ഥിച്ചോട്ടെ, കുഴപ്പമില്ല. പക്ഷെ എനിക്കൊരു ഡൗട്ട്, യേശുവും പിതാവ് ഒന്നാണെങ്കിൽ പിന്നെന്തിനാ പ്രാർത്ഥിക്കുന്നേ? അവിടെ എന്താണ് പ്രാർത്ഥനയുടെ പ്രസക്തി? യേശുവും പിതാവ് ഒന്നാണെങ്കിൽ അവിടെ എന്താണ് പ്രാർത്ഥനയുടെ പ്രസക്തി എന്താണ്? അതായത് prayer means, according to the life of Jesus Christ, prayer means he identified himself with his Father. അവൻ തന്റെ പിതാവിനോട് ഏകീഭവിച്ച് കണ്ടതാണ് പ്രാർത്ഥന. എന്ന് പറഞ്ഞാല് അവൻ അവിടെ ഇരുന്ന് രാത്രി മുഴുവൻ പറയുന്നുണ്ട്, ഞാനും പിതാവ് ഒന്ന, 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 ഞാനും പിതാവ് ഒന്ന. പിതാവ് കാണിച്ചു തരുന്ന അല്ലാതെ പുത്രന് സ്വയം ഒന്നും ചെയ്യുന്നില്ല. നിങ്ങൾ വായിച്ചേ 5-ാം അധ്യായത്തിൽ, യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നല്ല സൂപ്പറായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം ജോൺ ചാപ്റ്റർ 5 വേഴ്സ് 19.
John chapter 5 verse 19. அப்பொழுது இயேசு அவர்களை நோக்கி, மெய்யாகவே மெய்யாகவே நான் உங்களுக்கு சொல்கிறேன், பிதாவானவர் செய்ய குமாரன் காண்கிறது எதுவோ அதையே அன்றி வேறொன்றையும் தாமாய் செய்ய மாட்டார். அவர் எவைகளே செய்கிறாரோ அவைகளை குமாரனும் അന്തപടിയെ செய்கிறார். ഞാൻ ആ വാക്യം വായിക്കാം. ആകയാൽ യേശു അവരുടെ ഉത്തരം പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നത്, പിതാവ് ചെയ്ത് കാണിക്കുന്നതല്ലാതെ പുത്രന് സ്വയമായിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല. അവൻ ചെയ്യുന്നതെല്ലാം പുത്രൻ അവൻ തന്നെ ചെയ്യുന്നു. പിതാവ് പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതൊക്കെയും അവന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ആശ്ചര്യപ്പെടുമാർ, ഇവയിൽ വലിയ പ്രവൃത്തികളും അവന് കാണിച്ചു കൊടുക്കും. അപ്പൊ യേശു ചെയ്ത എല്ലാ പ്രവൃത്തിയും, അതിനെ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചിന്തിച്ചേ. ഈ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു, രോഗികളെ സൗഖ്യമാക്കി. രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചിട്ട് രോഗികളെ സൗഖ്യമാക്കി എന്ന് പറയുമ്പോ, കർത്താവെ ഞാൻ പോകുന്നിടത്ത് രോഗികളെ സൗഖ്യമാക്കണേ, അങ്ങനെ ഒരു പ്രാർത്ഥന ആയിരുന്നില്ല. ഈ രാത്രിയിൽ മുഴുവൻ പിറ്റേ ദിവസം പകല് നടക്കേണ്ടതെല്ലാം പിതാവ് കാണിച്ചു കൊടുക്കും. പിതാവ് കാണിച്ചു കൊടുക്കുന്ന പുത്രൻ അതുപോലെ കോപ്പി അടിക്കും, അതുപോലെ ചെയ്യും. പകൽ അങ്ങോട്ട് പോകും, അത് അതുപോലെ അങ്ങോട്ട് ഇംപ്ലിമെന്റ് ചെയ്യും. അപ്പൊ ഈ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു, അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു. ഹി ഐഡന്റിഫൈ ഹിംസെൽഫ് വിത്ത് ഹിസ് ഫാദർ. അവനെ തന്നെ തന്റെ പിതാവായ ദൈവത്തോട് സമനായി, ഈക്വലന്റ് ആയിട്ട് അവൻ ഐഡന്റിഫൈ ഹിംസെൽഫ് വിത്ത് ഹിസ് ഫാദർ. അപ്പൊ അങ്ങനെ അവൻ ഇറങ്ങി വരുന്നത് പുത്രനായിട്ടല്ല, പിതാവായിട്ട് തന്നെ ഇറങ്ങി വരുന്നത്. കാരണം ഹി ഐഡന്റിഫൈ ഹിംസെൽഫ് വിത്ത് ഹിസ് ഫാദർ. അവന്റെ പിതാവിനോട് ഏകീഭവിച്ചവനായിട്ട് ഇറങ്ങി വരുന്നേ. അപ്പൊ ഈ പിതാവും പുത്രനും തമ്മിൽ ഗ്യാപ്പില്ല. അതായത് നിങ്ങൾ യേശുവിന്റെ ശക്തിയുടെ ഉറവിടമെന്ന് പറയുന്നത്, സോഴ്സ് ഓഫ് ഹിസ് പവർ വാസ് നോട്ട് ഹിസ് വേർഡ്സ് ബട്ട് ദ റിലേഷൻഷിപ്പ് വിച്ച് ഹാസ് the relationship with his father. അവന് ആ പിതാവിനോടുണ്ടായിരുന്ന ഇന്റിമസി ഇല്ലേ, ആ ഇന്റിമസി ആയിരുന്നു പവർ. ആ ഇന്റിമസി when you understand yourself, നിങ്ങൾക്ക് എപ്പോഴാണ് ഒരു തിരിച്ചറിവുണ്ടാകുന്നത്, I am one with Christ, ഞാൻ ദൈവത്തോട് ഒന്നായിരിക്കുന്ന തിരിച്ചറിവ് നിങ്ങളുടെ അകത്ത് വരുന്നിടത്താണ് അധികാരം വെളിപ്പെടാൻ തുടങ്ങുന്നത്, ശക്തി വെളിപ്പെടാൻ തുടങ്ങുന്നത്. നമുക്ക് വായിക്കാം റോമാലേഖനം 8-ാം അധ്യായം 17-ാം വാക്യം. റോമൻസ് ചാപ്റ്റർ 8 verse 17. റോമൻസ് ചാപ്റ്റർ 8 verse 17. റോമൻസ് ചാപ്റ്റർ 8 verse 17. நாம் பிள்ளைகளானால் சுதந்திரமாமே, தேவனுடைய சுதந்திரரும் உடலுமாமே. கிறிஸ்துவோடு கூட മധ്യപ്പെടുമ്പടിക്ക് അവരെ കൂടെ പാടുപെട്ടാൽ അപ്പടിയാകും. ഇവിടെ വചനത്തിൽ പറയുന്ന ഒരു കാര്യം ഇതാണ്, നമ്മള് മക്കളെങ്കിൽ അവകാശികളാണ്. ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളുമാണ്. അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അവനോടുകൂടെ തേജസ്കരിക്കപ്പെടും. സൂപ്പർ, നല്ല കാര്യം. അപ്പൊ നമുക്ക് ഇതിന്റെ ഫസ്റ്റ് പാർട്ട് ഈസ് ഗുഡ്. എന്താ പറയുന്നത്? നിങ്ങള് ദൈവത്തിന് അവകാശികളാണ്. മക്കളാണെങ്കിൽ ദൈവത്തിന് അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും. വെരി ഗുഡ്. മക്കളാണെങ്കിൽ ദൈവത്തിന് അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും. അപ്പൊ അങ്ങനെ അത് വലിയ സന്തോഷം തരുന്ന കാര്യമാണ്. പക്ഷെ അടുത്ത് പറഞ്ഞിരിക്കുന്ന അത്ര പോരാ. എന്താ പറയുന്നത്? അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ. അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിക്കണം. അപ്പൊ നമ്മുടെ കഷ്ടത പലപ്പോഴും ആന്റി ക്ലൈമാക്സിൽ എത്താൻ കാരണം എന്താണെന്നറിയോ? പ്രയാസം നിറഞ്ഞ നിലയിൽ എത്താൻ കാരണം എന്താ പറയുക? നമ്മൾ കഷ്ടപ്പെടുന്നോണ്ടാ. പക്ഷെ അവന്റെ കൂടെ കഷ്ടം അനുഭവിച്ചാൽ, ആമേൻ, കഷ്ടത പിന്നെ കഷ്ടതയല്ല. ഞാൻ ചോദിക്കട്ടെ, യേശു പറയുകയാണ്, ലോകത്ത് നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിൽ ധൈര്യപ്പെടും, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു.
ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ അപ്പന്റെ കൂടെ, പിതാവിന്റെ കൂടെ, നമ്മുടെ ഫാദറിന്റെ കൂടെ, ഹു ഈസ് സോ റിച്ച്, റിയലി വെൽത്തി, നമ്മൾ പറയാറില്ല ഇട്ടുമൂടാൻ കാശുണ്ട്, അതുപോലെ സമ്പന്നനായ പിതാവിന്റെ കൂടെ നമ്മൾ ഒരു റെസ്റ്റോറന്റിൽ പോയിരിക്കുകയാണ്, നല്ല വില കൂടിയ റെസ്റ്റോറന്റിൽ. അവിടുത്തെ ഒരു ബൊഫെ, ഒരു നേരത്തെ ഭക്ഷണത്തിന് അവിടെ ചെല്ലുമ്പോൾ 4000 രൂപയാണെന്ന് കൂടിക്കും. നമ്മൾ അവിടെ കയറി ചെല്ലുമ്പോ നമുക്ക് 4000 രൂപ ഒരു ചലഞ്ച് അല്ല. കാരണം എന്താണെന്നറിയോ? എന്റെ അപ്പൻ ഇവിടെ ഒരു നേരത്തെ ഭക്ഷണത്തിന് 4 ലക്ഷമാണെങ്കിൽ എടുത്ത് വീശാൻ കഴിവുള്ളവൻ എന്റെ അപ്പൻ. അങ്ങനെ ഒരു അപ്പന്റെ കൂടെ ഞാൻ പോകുമ്പോ ഒറ്റയ്ക്ക് റെസ്റ്റോറന്റിൽ പോയിട്ട് കാശും ഇല്ലാതെ അവിടെ നിന്ന് അരി ആട്ടിയാണ് നിന്റെ കുഴപ്പം. അവന്റെ കൂടെ കഷ്ടം അനുഭവിക്കുക, അവന്റെ കൂടെ നിന്റെ ജീവിതയാത്രയിൽ ഇഫ് യു ആർ വാക്ക് വിത്ത് ഗോഡ്, then he will take care of all your needs. അവനോട് കൂടെ കഷ്ടം അനുഭവിക്കുക എന്ന് പറഞ്ഞാല് നിനക്ക് ആവശ്യങ്ങൾ ഉണ്ടാവും, പക്ഷേ അവന്റെ കൂടാണ് നിന്റെ ആവശ്യങ്ങളിൽ നീ അവന്റെ കൂടെ, അവൻ നിന്റെ കൂടെ, then there is no challenge. അവിടെ ഒരു വെല്ലുവിളി അല്ല, ധൈര്യമാണ്. എനിക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു അപ്പ എനിക്ക് കൂടെ ഉണ്ട്. എന്റെ ആവശ്യങ്ങളെ അറിഞ്ഞ് എനിക്ക് വേണ്ടി കരുതുന്ന ഒരു അപ്പൻ എനിക്കായിട്ടുണ്ട്. സമൃദ്ധമായ എന്നെ നടത്തുന്ന ഒരു കർത്താവ് എനിക്കായിട്ടുണ്ട്. അവനോട് കൂടെ കഷ്ടം അനുഭവിച്ചാൽ, അതായത് യേശുക്രിസ്തുവിന്റെ കാലം വരെ, നിങ്ങൾ ഈ വാക്ക് ശ്രദ്ധിക്കണേ, യേശുവിന്റെ കാലം വരെ മരണം കൊണ്ട് മനുഷ്യർ തീർന്നു. എന്നാൽ യേശുവിന്റെ കാലത്ത് മനുഷ്യനാകുന്ന യേശു കൊണ്ട് മരണം തീർന്നു. Before, death was end of everybody. യേശുവിന്റെ കാലത്തിനു മരണമായിരുന്നു സകല മനുഷ്യരുടെയും അവസാനം. എന്നാൽ യേശുവിന്റെ കാലത്ത് ഒരു കാര്യം നടന്നു, ക്രിസ്തുവിൽ മരണം അവസാനിച്ചു. നോ മോർ ഡെത്ത്. ആമേൻ. ഹല്ലേലൂയ. മരണത്തിന് അധികാരമില്ല എന്റെ മേൽ, ശാപത്തിന് എന്റെ മേൽ അധികാരമില്ല, പ്രതിസന്ധികൾക്ക് എന്റെ മേൽ അധികാരമില്ല. ഹല്ലേലൂയ. ബിക്കോസ് എന്താണെന്നറിയോ? I am one with Christ. I am in Christ. Christ is in me. We are one. We are one. അപ്പൊ എന്റെ what is the secret of my success? What is the secret of my peace? What is the secret of my joy? That is only one thing, that the deep fellowship with my Father. എനിക്ക് എന്റെ അപ്പനുമായിട്ടുള്ള, എന്റെ ദൈവമായിട്ടുള്ള എന്റെ ഡീപ് ആഴമേറിയ ബന്ധം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആ ഒരു ബന്ധത്തിൽ വസിക്കുമുണ്ടല്ലോ, വേറെ ഒന്നിനും തരാൻ കഴിയാത്ത ഒരു അധികാരം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാറുണ്ട്. നമുക്ക് വായിക്കാം യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ verse 3. John chapter 1 verse 3. சகலமும் அவர் மூலமாய் உண்டாயிற்று, உண்டானது ஒன்றும் அவராலே அல்லாமல் உண்டாகவில்லை. யாராலே? ഉളവായതൊന്നും അവനെ കൂടാതെ ഉണ്ടായില്ല. അവൻ ഏതാ? അവൻ ആരാ? അവൻ ഒന്ന് പറഞ്ഞേ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അറിയാവുന്നവരെന്ന് പറഞ്ഞേ. ആരാ അവൻ? വചനം, വാർത്ത. In the beginning there was word, word was with God, word was God. അപ്പം ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഉളവായതൊന്നും, everything created by him, through him, for him, from him, അവനിൽ നിന്നും, അവനാൽ, അവന് വേണ്ടി, അവന്റെ ശക്തിയാൽ സൃഷ്ടിക്കപ്പെട്ടു. അപ്പൊ നമ്മൾ എങ്ങനെ സൃഷ്ടിക്കപ്പെട്ട? വചനത്താൽ ജനിച്ചവരല്ലേ? വചനത്താൽ ജനിച്ചു. എന്നാൽ എബ്രായ ലേഖനം, ബുക്ക് ഓഫ് ജെയിംസ്
chapter 1 verse 18. Book of James chapter 1 verse 18. அவர் சித்தம் கொண்டு தம்முடைய சிருஷ்டிகளில் நாம் முதல் பலன் ஆவதற்கு നമ്മை സത്യ വചനത്തിനാലേ ജനിപ്പിത്താർ. ഇവിടെ പറയുന്നത് നമ്മൾ വചനത്താലാണ് ജനിച്ചത് കേട്ടോ, നമ്മൾ ഉണ്ടായത് വചനത്താലാണ്. പക്ഷെ ഇവിടെ പറയുന്നത് ആമേൻ നിങ്ങളെ വചനത്താൽ വീണ്ടും ജനിപ്പിച്ചു. വീണ്ടും വായിക്കാം. ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 1 വേഴ്സ് 23. ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 1 വേഴ്സ് 23. അലിവുള്ള വിത്തിനാളെ അല്ല என்றைக்கு நிற்கிறதும் ஜீவன் உள்ளதுமான தேவவசனமாகிய അലിവില്ലാതെ വിത്തിനാളെ മറുപടി ജനിപ്പിക്കപ്പെട്ടിരിക്കുകകളെ. കെടുന്ന ബീജത്താലല്ല കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിപ്പിച്ചു. അപ്പൊ നിങ്ങൾ കൂടെ പറഞ്ഞേ, അതായത് വചനത്താലാണ് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടത്. അതായത് നമ്മൾ ഫിസിക്കലി ക്രിയേറ്റഡ് ആയത് വചനത്താലാണ്. പക്ഷേ വചനത്താൽ നമ്മളെ വീണ്ടും ജനിപ്പിച്ചു. അതായത് വചനത്താൽ ജനിച്ചു. അല്ലെങ്കിൽ ഉളവായതെല്ലാം, ആദിയിൽ ഉളവായതെല്ലാം അല്ലെങ്കിൽ എന്തിന് അടിമകളായിരുന്നു, അല്ലെങ്കിൽ ആമേൻ എന്തിലേക്ക്, അനുസരണക്കേടിലൂടെ എന്തിലേക്ക് വീണുപോയി, പാപത്തിലേക്ക്, മരണത്തിലേക്ക് വീണുപോയി. അങ്ങനെയുള്ളതിനെ അല്ലെങ്കിൽ വീണ്ടും മരിക്കാതിരിക്കാനായിട്ട് വീണ്ടും ജനിപ്പിച്ചു. അതെങ്ങനെയാ? വചനത്താൽ വീണ്ടും ജനിപ്പിച്ചു. അപ്പോ ഈ വചനത്താൽ ജനിക്കുക എന്ന് പറഞ്ഞ എന്താണ് വചനം? ഞാൻ എന്റെ കൂടെ പറഞ്ഞേ, ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് എന്റെ കൂടെ പറഞ്ഞേ. അതായത് വേർഡ് ഈസ് പവർഫുൾ ഇറ്റ്സെൽഫ് ടു അക്കംപ്ലിഷ് ഇറ്റ് വാട്ട് ഇറ്റ് മീൻസ്. വചനത്തിനൊരു പ്രത്യേകത ഉണ്ട്. അതെന്താണോ പറയുന്നത് അതിനെ നിവർത്തിക്കാനുള്ള പവർ ആ വചനത്തിന് തന്നെ ഉണ്ട്. ആ വചനത്തിനകത്ത് തന്നെ ഉണ്ട്. വേറെ എങ്ങും തെരിപ്പുണ്ട്, ആ വചനത്തിന് തന്നെ അതിനുള്ള പവർ ഉണ്ട്. ആ വചനത്തിന് അതായത് കുഷ്ഠരോഗിയായവരോട് പറഞ്ഞു എനിക്ക് മനസ്സുണ്ട് ശുദ്ധമാകാം എന്ന് പറഞ്ഞ ഒരൊറ്റ വാക്കിന് അവനെ ശുദ്ധമാക്കാനുള്ള പവർ ആ വചനത്തിനകത്തുണ്ടായിരുന്നു. 38 വർഷം കുളക്കരെ കടന്നവനോട് കിടക്ക എടുത്ത് നടക്കാന്ന് പറഞ്ഞപ്പോ ആ എടുക്ക് നടക്ക എന്ന് പറഞ്ഞ വാക്കിനകത്ത് അവന്റെ മേലുള്ള സൗഖ്യം ഉണ്ടായിരുന്നു. മരിച്ച ലാസറോട് പുറത്തു വാ എന്ന് വിളിച്ചപ്പോൾ അവനെ എഴുന്നേൽപ്പിക്കാനും പുറത്തു കൊണ്ടുവരാനുള്ള പവർ ആ വേർഡിനകത്തുണ്ടായിരുന്നു. മനസ്സിലായോ? അപ്പൊ ഇതേ വേർഡ് തന്നെയാണ് പട്ടണത്തിലെ പാപിയായ ഒരു സ്ത്രീയെ പിടിച്ചോണ്ട് വന്നിരിക്കുന്ന ആളുകളുണ്ട്, കല്ലെടുത്തറിയാനുണ്ട്. ഇപ്പൊ കൊല്ലുമെന്ന് പറഞ്ഞ് നിൽക്കുക. കർത്താവ് പറഞ്ഞു കുഴപ്പമില്ല, പാവമില്ലാത്തവൻ ആദ്യം കല്ലെറിയാൻ പറഞ്ഞു. എല്ലാരും കല്ലിട്ടിച്ചു പോയി. യേശു അവളോട് പറഞ്ഞു ഇനി പാപം ചെയ്യരുത്, ഞാൻ നിന്നോട് ക്ഷമിക്കുക, പക്ഷെ ഇനി പാപം ചെയ്യരുത്. അവള് പറയാ അയ്യോ എനിക്ക് ന്യായപ്രമാണം ശിക്ഷ ഉണ്ടായിട്ട് പോലും എനിക്ക് പാപം ചെയ്യാതിരിക്കാൻ പറ്റിയില്ല, ഞാൻ പാപത്തിന് അടിമയാ. പക്ഷേ യേശു ചെയ്യരുത് എന്നൊരു വാക്ക് പറഞ്ഞാൽ ആ വാക്കിനകത്ത് പാപത്തിന് മേലുള്ള വിടുതലും ഉണ്ട്. അപ്പോ വചനത്തിന്റെ പ്രത്യേകത എന്നറിയോ? അതെന്താണോ പറയുന്നത് അതിനെ നിവർത്തിപ്പാനുള്ള പവർ ആ വേർഡിന്റെ അകത്തുണ്ട്. ആമേൻ. അപ്പൊ ഈ വചനത്താൽ വീണ്ടും ജനിപ്പിച്ചു. എങ്ങനെയാ വചനത്താൽ ജനിച്ചത്? നമുക്ക് വീണ്ടും വായിക്കാം. ബുക്ക് ഓഫ് ലൂക്ക് ചാപ്റ്റർ 1 വേഴ്സ് ബുക്ക് ഓഫ് ലൂക്ക് ചാപ്റ്റർ 1 വേഴ്സ് 38. ലൂക്ക് 1:38. அதற்கு மரியாள் இதோ நான் ஆண்டவருக்கு அடிமை, உம்முடைய வார்த்தையின்படி எனக்கு ஆக கடவது என்றாள். அப்பொழுது தேவதூதன் അവരിടത്ത് പോയിവിട്ടാൻ. ഇവിടെ വചനത്തിൽ കാണാൻ കഴിയുന്ന ഒരു കാര്യം, അതിനെ മറിയ ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. അവൻ ഇതാ എന്റെ കൂടെ പറഞ്ഞേ. മറിയ ഗർഭിണിയായത് എങ്ങനെയാണെന്നറിയോ? കർത്താവ് പറഞ്ഞു ഗർഭിണി ആകട്ടെ എന്ന് പറഞ്ഞു, അവൾ ഗർഭിണിയായി. അതവിടെ പറയുന്നത് അങ്ങനെ. 31-ാം വാക്ക്, ഇനി ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കും എന്ന് പറഞ്ഞപ്പോ ആ വാക്ക് നിവർത്തിക്കാനുള്ള ശക്തി ആ വചനത്തിനുണ്ടായിരുന്നു. അവൾ കൺസീവ് ആയി. അതുകൊണ്ടാണ് 45-ാം വാക്യത്തിൽ പറയുന്നത്, 45 വേഴ്സ് 45, സെയിം ചാപ്റ്റർ വേഴ്സ് 45. വിശ്വസിത്തവളെ ഭാഗ്യവതി, കർത്തരാലെ അവൾക്ക് சொல்லப்பட்டவைகள் நிறைவேறுം என்றாൾ. വിശ്വസിച്ചവൾ ഭാഗ്യവതി, കർത്താവ് പറഞ്ഞത് നിവൃത്തിയാകുമെന്ന് അതായത് എന്താ വിശ്വസിച്ച? വചനത്തെ. അപ്പൊ മറിയ എങ്ങനെയാ കൺസീവ് ആയത്?
വചനത്താൽ. അപ്പൊ യേശു ജനിച്ചത് എങ്ങനെയാ? വചനത്താൽ. അങ്ങനെയാണെങ്കിൽ യാക്കോബ് 1:18 പറയുന്നത് എങ്ങനെയാ? നമ്മൾ എങ്ങനെ ജനിച്ചത്? വചനത്താൽ. അപ്പൊ യേശു ജനിച്ചത് ദൈവപുത്രനാ. യേശു വചനത്താൽ ജനിച്ചവൻ ദൈവപുത്രനാ. നമ്മളും വചനത്താൽ ജനിച്ചു. ആരായിട്ട്? ദൈവപുത്രന്മാരായിട്ട്. അങ്ങനെയാണെങ്കിൽ യേശു ക്രിസ്തു എപ്പോഴും എന്താ ചെയ്തെന്ന് അറിയാമോ? ഹി ഐഡന്റിഫൈ ഹിംസെൽഫ് വിത്ത് ഫാദർ. അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേ? യു മസ്റ്റ് ഐഡന്റിഫൈ യുവർ സെൽഫ് വിത്ത് സൺ. നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യണം? നിങ്ങൾ പുത്രനുമായിട്ട് ഐഡന്റിഫൈ ചെയ്യണം. പുത്രൻ, ഞാനും പുത്രൻ വന്ന, ഞാനും പുത്രൻ വന്ന, ഞാനും ക്രിസ്തു വന്ന, ഞാനും ക്രിസ്തു വന്ന, ഞാനും ക്രിസ്തു വന്ന, ഞാനും ക്രിസ്തു വന്ന. ഐ ആം വൺ വിത്ത് ക്രൈസ്റ്റ്, വൺ വിത്ത് ക്രൈസ്റ്റ്, വൺ വിത്ത്. വെൻ യു ഹാവ് ദിസ് അവയർനെസ്, then your situation will change. ആമേൻ. നിങ്ങളുടെ അകത്ത് ഈ ബോധ്യം ഉണ്ടാകണം, ഞാനും ക്രിസ്തു ഒന്ന. എനിക്ക് പാപം ചെയ്യാൻ പറ്റത്തില്ല. എന്തുകൊണ്ടെന്നറിയോ? ഞാനും ക്രിസ്തു ഒന്ന. എനിക്ക് നുണ പറയാൻ പറ്റത്തില്ല. എനിക്ക് ഇച്ഛയോടെ, പാപത്തോടെ, അഴുക്കോടെ ജീവിക്കാൻ പറ്റത്തില്ല. കാരണം ഞാനും യേശു ഒന്ന. എനിക്ക് പരിശുദ്ധാത്മാവിനെ മുറിപ്പെടുത്താൻ പറ്റത്തില്ല. കാരണം ഞാനും ക്രിസ്തു ഒന്ന. ഞാനും ക്രിസ്തു ഒന്ന. ആമേൻ. എനിക്ക് കടത്തിലും ദാരിദ്ര്യത്തിലും രോഗത്തിനും ജീവിക്കാൻ പറ്റത്തില്ല. കാരണം ഞാനും ക്രിസ്തു ഒന്ന. എന്റെ മേൽ രോഗത്തിന് സ്ഥാനമില്ല, ശാപത്തിന് സ്ഥാനമില്ല, ദാരിദ്ര്യത്തിന് സ്ഥാനമില്ല. ബിക്കോസ് me and Christ, we are one. നിങ്ങളുടെ പ്രാർത്ഥനയിൽ നടക്കേണ്ട കാര്യം എന്താണെന്നറിയോ? ഐഡന്റിഫൈ യുവർ സെൽഫ് വിത്ത് ഫാദർ. ഐഡന്റിഫൈ യുവർ സെൽഫ് വിത്ത് സൺ ഓഫ് ഗാഡ്, വിത്ത് പുത്രനോട് നിങ്ങളെ തന്നെ, ആമേൻ, നിങ്ങളെ തന്നെ ഐഡന്റിഫൈ ചെയ്യണം. നിങ്ങളെ തന്നെ ഐഡന്റിഫൈ ചെയ്യണം. ആരോടാ? പുത്രനോട്. പുത്രനോട് ഐഡന്റിഫൈ യുവർ സെൽഫ് വിത്ത് സൺ ഓഫ് ഗാഡ്. നിങ്ങളെ തന്നെ പുത്രനോട് ഐഡന്റിഫൈ ചെയ്യണം. പുത്രനോട് ഐഡന്റിഫൈ ചെയ്യണം. ആമേൻ. ഹല്ലേലൂയ. നിങ്ങളെ തന്നെ പുത്രനോട് ഐഡന്റിഫൈ ചെയ്യണം. പുത്രനോട്. ഈ പുത്രനോട് ഐഡന്റിഫൈ ചെയ്യുക എന്ന് പറയുമ്പോ നമുക്ക് വീണ്ടും വായിക്കാം റോമലേഖനം 8-ാം അധ്യായം 17-ാം വാക്യം. நாம் பிள்ளைகள் ஆனால் சுதந்திரமாமே, தேவனுடைய சுதந்திரம் கிறிஸ்துக்கு உடன் சுதந்திரமாமே. ക്രിസ്തുവിടെ കൂടെ നാം മഹിമപ്പെടുമ്പടിക്ക് അവരുടെ കൂടെ പാടുപെട്ടാൽ അപ്പടിയാകും. അപ്പൊ ഇവിടെ വചനത്തെ നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിക്കണം. അതായത് ഞാൻ ദൈവത്തിന് അവകാശിയാ. ഞാൻ ദൈവത്തിന് അവകാശിയാ, അല്ലേ? ദൈവത്തിന് അവകാശിയാവുമ്പോ എന്റെ കൂടെ എന്തുകൊണ്ട്? എനിക്ക് ദൈവത്തിന്റെ അവകാശമില്ലേ? ഒന്ന് പറഞ്ഞേ. ദൈവത്തിന്റെ അവകാശം എന്റെ കൂടെ ഉണ്ടല്ലേ? ഈ ദൈവത്തിന്റെ അവകാശമുള്ള ഞാൻ, ആമേൻ, അവരുടെ ക്രിസ്തുവിന് കൂടെ കഷ്ടം അനുഭവിക്കുമ്പോ എനിക്ക് എന്താ ഉള്ളത്? ദൈവത്തിന്റെ അവകാശമുണ്ട്. അപ്പൊ ദൈവത്തിന്റെ അവകാശമുള്ള ഞാൻ കഷ്ടത അനുഭവിക്കുമ്പോ എന്ത് വെളിപ്പെടും? ദൈവത്തിന്റെ അവകാശത്തോടെ വെളിപ്പെടും. കാരണം ഞാൻ അവകാശിയാ. അപ്പൊ എനിക്ക് കഷ്ടതയിൽ പരാജയമല്ലെന്നേ, ജയമാണുള്ളത്. അപ്പൊ ഇത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നിങ്ങൾ ക്രിസ്തീയ ജീവിതത്തിൽ മുന്നോട്ട് പോകാനായിട്ട്. അപ്പൊ ഞാൻ ആരാ? ദൈവത്തിന് അവകാശിയ. ദൈവത്തിന്റെ അവകാശിയ. ദൈവത്തിന്റെ അവകാശി, ക്രിസ്തുവിന്റെ കൂട്ടവകാശി. ദൈവത്തിന്റെ അവകാശി, ക്രിസ്തുവിന്റെ കൂട്ടവകാശി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വായിച്ചേ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 18-ാം വാക്യം. മാത്യു 28:18. മാത്യു 28:18. அப்பொழுது இயேசு சமீபத்தில் வந்து அவர்களை நோக்கி, வானத்திலும் பூமியிலும் சகல அதிகாரம் எனக்கு கொடுக்கப்பட்டிருக்கிறது. സ്വർഗത്തിലും ഭൂമിയിലെ സകല അധികാരവും, ശ്രദ്ധിച്ചേ, സ്വർഗത്തിലും ഭൂമിയിലെ സകല അധികാരവും എനിക്ക് പുത്രന് നൽകപ്പെട്ടിരിക്കുന്നു. ഞാൻ ആരാ? റോമർ 8:17, ക്രിസ്തുവിന്റെ കൂട്ടവകാശി. അപ്പൊ അങ്ങനെയാണ് എന്റെ അർത്ഥം എന്താ? യേശു ക്രിസ്തു പറയുക സ്വർഗത്തിലും ഭൂമിയിലെ എല്ലാ അധികാരവും എനിക്കാന്ന്. ഞാൻ ആരാ? അവന്റെ കൂട്ടവകാശി. അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ, നിങ്ങളുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളുടെ മേൽ പിശാചിനോ സാഹചര്യങ്ങൾക്കോ രോഗത്തിനോ ശാപത്തിനോ നാട്ടുകാർക്കോ വീട്ടുകാർക്കോ പണത്തിനോ അധികാരത്തിനോ വെറുപ്പിനോ കയ്പിനോ മാനിപ്പുലേഷനോ ഒന്നിനോ അല്ല പവർ. യു ആർ പവർഫുൾ. 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 നിങ്ങൾ അധികാരമുള്ളവരാ. നിങ്ങൾ ശക്തന്മാരാ.
നിങ്ങൾ ശക്തന്മാരാ, നിങ്ങൾ ശക്തന്മാരാണ്. യു ആർ പവർഫുൾ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ആമേൻ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇന്ന് രാത്രി നിങ്ങളുടെ വീടുകളുടെ അകത്ത് നിൽക്കുന്ന എല്ലാ ദാരിദ്ര്യത്തിന്റെ കെട്ടുകളും പൊട്ടട്ടെ. എല്ലാ കഠിന രോഗങ്ങളുടെ ആത്മാവും പൊട്ടട്ടെ. പാരമ്പര്യമായിട്ട് നിൽക്കുന്ന രോഗങ്ങൾ, വർഷങ്ങളായിട്ട് നിൽക്കുന്ന ശാപങ്ങൾ, ജീവിത ശൈലികൾ തെറ്റിയത് കൊണ്ടുവന്ന രോഗങ്ങൾ, ആളുകൾ ചതിച്ചത് കൊണ്ടുവന്ന സാമ്പത്തിക ഞെരുക്കങ്ങൾ, അബദ്ധങ്ങൾ കൊണ്ടും തെറ്റായ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് വന്ന സാമ്പത്തിക വിഷയങ്ങൾ, ശത്രുക്കളുടെ അല്ലെങ്കിൽ ചുറ്റുപാടുമുള്ളവരുടെ വെറുപ്പും കയ്പും കാരണം വന്നതായ നിരാശയും ഭയവും പേടിയുടെ ആത്മാവിന് യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞങ്ങൾ കൽപ്പിക്കുന്നു. ആമേൻ. ക്രിസ്തുവിന് കൂട്ടവകാശികളായിട്ട് ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ ക്രിസ്തുവിന്റെ കൂട്ടവകാശികളാ. അതുകൊണ്ട് ഞങ്ങൾ ക്രിസ്തുവിന്റെ കൂട്ടവകാശികളായിരിക്കുന്ന ഞങ്ങൾ പറയുന്നു, അവന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരമുണ്ടെങ്കിൽ അതേ അധികാരത്തിൽ നിന്നുകൊണ്ട് പുത്രനോട് കൂട്ടിച്ചേർന്ന് നിന്നുകൊണ്ട് പിതാവിനോടുള്ള ബന്ധത്തിൽ ഇന്ന് രാത്രി ഞങ്ങൾ വിളിച്ചു പറയുന്നു, ശാപമേ എന്റെ ഭവനത്തെ വിട്ടുപോ, ദാരിദ്ര്യമേ എന്റെ ഭവനത്തെ വിട്ടുപോ, ദാരിദ്ര്യമേ എന്റെ ഭവനത്തെ വിട്ടുപോ, രോഗമേ എന്റെ ഭവനത്തെ വിട്ടുപോ, പ്രതിസന്ധികൾ എന്റെ ഭവനത്തെ വിട്ടുപോ, കുറ്റബോധങ്ങൾ എന്റെ ഭവനത്തെ വിട്ടുപോ, എല്ലാവിധമായ പൈശാചിക ഇരുട്ടിന്റെ തോൽവിയുടെയും ശാപത്തിന്റെ അധികാരങ്ങൾ യേശുവിന്റെ നാമത്തിൽ എന്റെ ഭവനത്തെ വിട്ടുപോ. ക്രിസ്തുവിന് അവകാശി, ദൈവത്തിന് അവകാശിയും ക്രിസ്തുവിന് കൂട്ടവകാശികളുമാണ്. ക്രിസ്തു പറയുകയാണ്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ടു. നമ്മൾ ആരാ? ക്രിസ്തുവിന് കൂട്ടവകാശികൾ. ക്രിസ്തുവിന്റെ കൂട്ടവകാശികൾ. വെറുതെ തമാശ പറയാൻ വന്നിരിക്കുന്നതല്ല. ക്രിസ്തുവിന്റെ കൂട്ടവകാശികൾ, ക്രിസ്തുവിന്റെ കൂട്ടവകാശികൾ. എയർ ഓഫ് ഗോഡ് ആൻഡ് കോ എയർ വിത്ത് ക്രൈസ്റ്റ്. എയർ ഓഫ് ഗോഡ്, ക്രിസ്തുവിന്റെ കൂട്ടവകാശികൾ, ദൈവത്തിന്റെ അവകാശികൾ. ഇല്ല 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 ഇല്ല. ആമേൻ. ഈ പ്രതിസന്ധി എന്നെ വാഴത്തില്ല. ബിക്കോസ് ഐ ആം വൺ വിത്ത് ക്രൈസ്റ്റ്. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ഒന്നായി ചേർന്നിരിക്കുക. ശാപം എന്റെ മേൽ വാഴത്തില്ല. നിങ്ങൾ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് അവനോടുകൂടെ വീണ്ടും ജനിച്ച് നിങ്ങളോട് ഞാൻ പറയാം, അവനോടുകൂടെ പുനരുത്ഥാനം ചെയ്ത് നിങ്ങളോട് ഞാൻ പറയാം, നിങ്ങൾ ക്രിസ്തുവിന്റെ കൂട്ടവകാശികളാണ്. അവൻ പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ ഇല്ലില്ലില്ല, ഈ ശാപം നിങ്ങളുടെ മേൽ തുടരാനുള്ളതല്ല. ആമേൻ. അൺഎക്സ്പെക്ടഡ് സോഴ്സ് നിങ്ങൾക്ക് വേണ്ടി തുറക്കട്ടെ. നാച്ചുറൽ അല്ല, സൂപ്പർ നാച്ചുറൽ വാതിലുകൾ നിങ്ങൾക്കായി തുറക്കട്ടെ. കൈ നീട്ടിയല്ല, ചോദിച്ചല്ല, യാചിച്ചല്ല, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട തലമുറയാ ഞങ്ങൾ എഴുന്നേൽക്കട്ടെ. അന്ന് കർത്താവ് കൽപ്പിച്ചിട്ട് പത്രോസിന്റെ വലയ്ക്കകത്ത് മീൻ കയറിയെങ്കിൽ, കർത്താവ് കൽപ്പിച്ചിട്ട് ആ മീനിന്റെ വായ്ക്കകത്ത് ദ്രഹ്മപ്പണം പോയിരുന്നെങ്കിൽ, കർത്താവ് കൽപ്പിച്ചിട്ട് അതേ മീൻ ആമേൻ പത്രോസിന്റെ ചൂണ്ടയിൽ വന്ന് പെട്ടെങ്കിൽ, കർത്താവ് കൽപ്പിച്ചപ്പോ 5 അപ്പം 5000 പേർക്ക് വർദ്ധിച്ചെങ്കിൽ, കർത്താവ് കൽപ്പിച്ചിട്ട് ആ എണ്ണ പാത്രങ്ങൾ ഒഴിക്കുന്നതോട് നിറഞ്ഞ് കവിഞ്ഞെങ്കിൽ, കർത്താവ് കൽപ്പിച്ചിട്ട് സാരഭാത്തിൽ ആമേൻ ആ വിധവയുടെ പാത്രത്തിലെ മാവും എണ്ണയും കുറയാതിരുന്നെങ്കിൽ, കർത്താവ് കൽപ്പിച്ചിട്ട് അന്ന് കാക്ക അവന് അന്നു വേണ്ടുന്ന ഭക്ഷണം കൊണ്ട് കൊടുത്തെങ്കിൽ, കർത്താവ് അനുഗ്രഹിച്ചൊരു ശാലോമോൻ സമ്പത്തിന്റെ ആമേൻ നിറകുടമായി ഉന്നതിയിൽ വാസിച്ചെങ്കിൽ, ദാവീദ് വാസിച്ചെങ്കിൽ, യോസഫിന് മേൽ സാമ്പത്തിക നന്മകൾ കൊടുത്തെങ്കിൽ, ഇന്ന് രാത്രി ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ പറഞ്ഞ് ഞങ്ങളുടെ ദാരിദ്ര്യങ്ങളുടെ എല്ലാ കാര്യങ്ങളും, ആമേൻ സാമ്പത്തികമായ ദാരിദ്ര്യങ്ങൾ, കുടുംബത്തിൽ നിൽക്കുന്ന ദാരിദ്ര്യങ്ങൾ, എല്ലാവിധ ദാരിദ്ര്യത്തിന് ശക്തികൾ മാറട്ടെ, കടഭാരങ്ങൾ മാറട്ടെ, ലോണുകൾ മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. ഇപ്പോൾ തന്നെ ഇന്ന് രാത്രിയിൽ യേശുവിന്റെ നാമത്തിൽ ദർശനത്തിന് വേണ്ട പണം ഒഴുകട്ടെ, ആവശ്യങ്ങൾക്ക് വേണ്ട പണം ഒഴുകട്ടെ, ശുശ്രൂഷയ്ക്ക് വേണ്ട പണം ഒഴുകട്ടെ, വിദ്യാഭ്യാസത്തിന് വേണ്ട പണം ഒഴുകട്ടെ, വീടുകൾ പണിയാനുള്ള ഭവനം ഒഴുകട്ടെ, കുഞ്ഞുങ്ങളുടെ വിവാഹത്തിന് വേണ്ടി, പഠനത്തിന് വേണ്ടി, ആമേൻ സാമ്പത്തികമായ കാര്യങ്ങൾ വഴി തുറക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. In the mighty name of Jesus, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് അധികാരത്തോടെ ഞങ്ങൾ കൽപ്പിക്കുമ്പോൾ
ക്രിസ്തുവിന്റെ കൂട്ടവകാശികളെന്ന തികഞ്ഞ ബോധ്യത്തോടെ ഞങ്ങൾ പറയുന്നു, ഇല്ല, ശാപം ഞങ്ങൾക്കുള്ളതല്ല. ക്രിസ്തുവിന്റെ അവകാശികളാണ്, ദൈവത്തിന്റെ അവകാശികളാണ്, ക്രിസ്തുവിന് കൂട്ടവകാശികളാണ്. പരിശുദ്ധാത്മാവേ, ഞങ്ങൾക്ക് ഇന്ന് രാത്രികാലം ആ കൃപ ഞങ്ങളുടെ മേലേക്ക് പകരണപ്പ. ഞങ്ങളുടെ കണ്ണുകളെ തുറന്ന് ദൈവത്തിനുള്ള അവകാശവും ക്രിസ്തുവിനുള്ള കൂട്ടവകാശവും തിരിച്ചറിഞ്ഞ് പ്രതികരിപ്പാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെ ഇന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും. അതിനാൽ ഞങ്ങളെ മുഴുവനായി ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ അറിവില്ലായ്മ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പോകട്ടെ. ഞങ്ങളുടെ ദാരിദ്ര്യത്തിന് ചിന്തകൾ പോകട്ടെ. കർത്താവേ, ഞങ്ങൾക്ക് ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടെങ്കിൽ പൂർണ്ണ ഹൃദയത്തോടെ ക്ഷമിക്കാൻ പരിശുദ്ധാത്മാവേ കൃപ തരണേപ്പ. ഞങ്ങൾ നന്ദി പറയുന്ന ഹൃദയമില്ലാത്തവരാണെങ്കിൽ ഉള്ളതിനും എല്ലാ കാര്യങ്ങൾക്കും നന്ദി പറയുവാൻ, സ്തോത്രം ചെയ്യാൻ, ഗീവ് താങ്ക്സ്, നന്ദി പറഞ്ഞ് സ്തോത്രം ചെയ്ത് ഞങ്ങളുടെ ഹല്ലേലൂയ ജീവിതത്തിനകത്ത് ആമേൻ ഒരു സന്തോഷവും സ്വസ്ഥതയും നിറഞ്ഞൊരു ജീവിതത്തിലേക്ക് പ്രവേശിപ്പാൻ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കുടുംബമായി, വ്യക്തികളായി ഓരോരുത്തരും അനുഗ്രഹിക്കുന്ന കർത്താവ്, ഞങ്ങളെ അനുഗ്രഹത്തിന് നിറവിൽ നിർത്തിയിരിക്കുന്നതിനെ സ്തോത്രം. ഇന്ന് രാത്രിയിൽ പ്രത്യേകിച്ച് കർത്താവ് സാമ്പത്തികമായ വെല്ലുവിളികളുടെ മുമ്പിൽ നിൽക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, സാമ്പത്തികമായി ചതിക്കപ്പെട്ട്, വഞ്ചിക്കപ്പെട്ട്, പണം നഷ്ടപ്പെട്ട്, അങ്ങനത്തെ ആവശ്യങ്ങൾ, പ്രയാസങ്ങളിൽ മാനസികമായി തളർന്നിരിക്കുന്നവർക്ക് പ്രാർത്ഥന യേശുവിന്റെ നാമത്തിൽ. കർത്താവ്, നിന്റെ കരം തുറന്നിട്ട്, നീ ഉറവ തുറന്നിട്ട് ആ നഷ്ടപ്പെട്ടതിനെ മറക്കുമാറാക്കുന്നത് പോലെ ഒരു ഒഴുക്ക് അവരുടെ മേൽ സാമ്പത്തികമായി അവിടുന്ന് പകർന്നു നൽകുന്നതിനായി സ്തോത്രം. കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. മഹത്വമെല്ലാം മറക്കപ്പെട്ട കുഞ്ഞാടി യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ.